നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ സങ്കടങ്ങൾ എന്ന് തന്നെ പറയാം. അത് മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും മാറും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ പലവിധ ചോദ്യങ്ങൾ മനസ്സിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് വായിക്കുവാൻ പോകുന്ന കൃത്യമായ ഒരു റീഡിംഗ് തന്നെയാണ് ഉള്ളത്. ഈ തൊടുകുറി ഗണിതപ്രകാരം അത് കൃത്യതയോടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. അപ്പോൾ ചില രഹസ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതായ ചില കാര്യങ്ങൾ, മാറ്റങ്ങൾ, അത് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നതായ രണ്ട് ചിത്രങ്ങളുണ്ട്. രണ്ട് ചിത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ ഗുരുവായൂരപ്പനാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം ദേവന്മാരുടെ ദേവനായ സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് ചിത്രമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എങ്കിൽ ആ ഒരു ചിത്രം നിങ്ങൾ തീർച്ചയായും ഈ സമയം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ, അനുകൂല കാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ ഈ തന്നിരിക്കുന്നതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്നും ഒഴിവാക്കി ഏകാഗ്രതയോടെ തന്നെ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ദുഃഖമുണ്ട് എങ്കിൽ ആ ദുഃഖം ഓർത്തുകൊണ്ടാണ് എങ്കിലും ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അപ്പോൾ ഏവരും ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഉടമകളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില വിഷമതകൾ മാറുന്നതായ സാഹചര്യം, ചില വിഷമതകൾക്ക് ഒരു പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം വേദനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു തടസ്സം നിങ്ങളെ ബാധിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ നിന്നും ഒരു മാറ്റം അനുഭവവേദ്യമാകുകയാണ്. കുറച്ചു കാലമായി വളരെയധികം പ്രതിസന്ധികൾ, വിഷമകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിച്ച് കൂട്ടുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്.
പല കാര്യങ്ങളിലും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളിൽ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നവരോ പിന്തുണ നൽകുകയോ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ഇവർ മൂലമോ മറ്റ് വ്യക്തികൾ മൂലമോ തട്ടിത്തെറിച്ചു പോകുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഒരു ആവശ്യം വരുമ്പോൾ ചേർത്ത് നിർത്തുവാനോ സങ്കടങ്ങൾ കേൾക്കുവാനോ പലരുമില്ല എന്നത് ഈ സമയം നിങ്ങൾ വല്ലാതെ അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ചിരിച്ച മുഖത്തോടെ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. സന്തോഷമില്ല എങ്കിലും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളെ വിശ്വസിച്ചവരിൽ നിന്നും പലപ്പോഴും വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങളോ വഞ്ചനകളോ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അപ്രകാരമായിരിക്കാം എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അത് ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നു. പല കാര്യങ്ങളിലും ചിന്തിച്ച് ഉറക്കം ലഭിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തോ വലിയൊരു ഭാരം മനസ്സിൽ കിടക്കുന്നതായി അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചിലരുടെ കുത്തുവാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ട് പോലും പല കാര്യങ്ങളിലും അർഹതയ്ക്കനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാത്തത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അറിയേണ്ടതായ പല കാര്യങ്ങളും അറിയുവാൻ സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കില്ല എന്നൊരു ചിന്ത ജീവിതത്തിലുണ്ട്. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ നടക്കില്ല, അത്തരം കാര്യങ്ങൾ എനിക്ക് അനുകൂലമാകില്ല എന്ന ചിന്തയോടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഉയർച്ച തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ഗുണഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത് മാറ്റമായി ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ മികച്ച കഴിവുകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും കൃത്യതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന അകാരണമായ പേടി തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകാം. ആത്മവിശ്വാസം വർദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. പഴയ തോൽവികളെ കുറിച്ചുള്ള ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം
പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധൈര്യമായി തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വിജയങ്ങൾ ഉണ്ട് എങ്കിൽ ആ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് വിധേയമായി തീരാൻ പോകുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ സങ്കടം അനുഭവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഈ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ഭഗവാനെ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം ചിന്തിച്ച് മുന്നേറുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചിന്തകളും പലവിധ സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും പല രീതിയിലും സ്വപ്നങ്ങളുണ്ട് എങ്കിലും അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും മനസ്സ് ഉടക്കി നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് ഒരു വിഷമകരമായ സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും പല ആഗ്രഹങ്ങളിലേക്കും നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അത് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള അവസരം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഈ സമയം ബഹളങ്ങൾക്ക് പോകുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലരും സംസാരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ മിണ്ടാതിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല വ്യക്തികളും നിങ്ങളെ മുതലെടുക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ദൗർബല്യങ്ങളും ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ദൗർബല്യങ്ങൾ പലപ്പോഴും പലരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ദോഷമായി തീരുന്ന സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. പല സന്ദർഭങ്ങളിലും നിങ്ങൾ സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ തെറ്റുകൾ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം, സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തോടെ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതികരിക്കാറില്ല, കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയാം. ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്തതായ സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. മുൻപും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ പോലും സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. ധനപരമായ പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും ഈ സമയം വളരെയധികം പ്രയാസങ്ങൾ ധനപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് സംരക്ഷണം നൽകുകയും ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുന്നതായ അവസരത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം നൽകേണ്ടതായ സാഹചര്യമുണ്ട്.
പലരെയും സഹായിക്കുന്നത് മൂലം നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാത്തതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ വല്ലാതെ വിഷമതകൾ ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ വളർച്ച പലരെയും അസൂയപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ആത്മവിശ്വാസം പല കാര്യങ്ങളിലും പലരും കെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല രീതിയിലും ശ്രമങ്ങൾ പലരും നടത്തുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിരന്തരമായ പരിശ്രമങ്ങൾ അത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതായ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പരിശ്രമങ്ങൾക്ക് പ്രതിഫലം കൃത്യതയോടെ ലഭിക്കുന്ന അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ചിരുന്നതായ വിഷമതകൾ പോലും മറികടന്ന് മുന്നോട്ട് പോകുവാനും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പോലും ധനം നിങ്ങളുടെ കൈവശം വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ധനലാഭമുണ്ടാകുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാം എന്നതും വാസ്തവമാണ്. കൂടുതൽ ശക്തിയോടെ തന്നെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം ശാശ്വതമായ ചില പരിഹാരങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് വാസ്തവം. അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പല ആഗ്രഹങ്ങളുമുണ്ട്. അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും അത് വേണ്ട എന്ന് വയ്ക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും മാറി ചിന്തിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് പലപ്പോഴും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയായി മാറി. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിരന്തരമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവിച്ചു പോരുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും പല കാര്യങ്ങളിലും വ്യക്തത ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ട് എന്നത് വാസ്തവമാണ്. അവിടെ ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം സംശയമില്ലാതെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമീപിക്കുവാൻ സാധിക്കും എന്നത് വാസ്തവമാണ്. സംശയമില്ലാതെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം സിദ്ധിക്കും. ചില ശുഭകാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നതായ ചില വിഷമതകളിൽ നിന്നും പരിഹാരമോ അല്ലെങ്കിൽ ചില മാറ്റങ്ങളോ അനുഭവവേദ്യമാകാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.